അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം മരണസമയത്ത് എന്താണ് പറയേണ്ടത് അതിനെക്കുറിച്ചിട്ടാണ്. ഹസ്രത്ത് ദർദാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിരിക്കുന്നു, മരണാസന്നനായ വ്യക്തിയുടെ തലഭാഗത്തിരുന്ന് സൂറത്ത് യാസീൻ ഓതുകയാണെങ്കിൽ അവൻ്റെ മരണവേദന കുറവ് വരും. ഹസ്രത്ത് ജാബിർ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, മരണാസന്നനായ വ്യക്തിയുടെ അടുത്തിരുന്ന് സൂറത്ത് റഹ്ദ് ഓതൽ സുന്നത്താണ്. അതവൻ്റെ മരണവേദനയെ ലഘൂകരിക്കും, അവൻ്റെ സ്ഥിതി നന്നാക്കുകയും ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് സ്വഹാബിമാർ മയ്യത്തിന് വേണ്ടി മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുവേ, അവന് പുറത്തു കൊടുക്കണമേ, അവൻ ഉറങ്ങുന്നിടത്ത് തണുപ്പിക്കണമേ, അവൻ്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണമേ, മരണശേഷം അവന് സുഖം നൽകണമേ, അവൻ്റെ ആത്മാവിനെ സജ്ജനങ്ങളുടെ ആത്മാക്കളുമായി ചേർക്കണമേ, പരലോകത്ത് അവനും നമുക്കും അടുത്തത് സ്ഥലം നൽകണമേ, അവന് യാതൊരു മുസീബത്തും വേദനയും നൽകരുതേ, പിന്നീട് അവൻ മരിക്കുന്നതിനുവരെയും റസൂലിൻ്റെ പേരിൽ സ്വലാത്തു ചൊല്ലും. ഇമാം ശുഹബിയിൽ നിന്ന് നിവേദനം. അൻസാറുകളായ സ്വഹാബികൾ മരണസന്നനായ ആളുടെ അടുത്ത് വെച്ച് സൂറത്തുൽ ബഖറ ഓതാറുണ്ടായിരുന്നു. ഒരു റിപ്പോർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മരണസന്നനായ അവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ കടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയാൽ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ആരുടെയെങ്കിലും ആദ്യ വാക്കും അവസാന വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ 1000 കൊല്ലം ജീവിച്ചു മരിച്ചാലും അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല. ഹസ്രത്ത് അബ്ദുല്ലാഹി ബിൻ അബി ഹൗഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, സ്ഥലത്ത് വെച്ച് ഒരു കുട്ടി മരണസന്നനായ സ്ഥിതിയിൽ പിടിയിലായിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തിട്ട് അവന് ചൊല്ലാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നല്ല സ്ഥിതിയിൽ അവന് ചൊല്ലാൻ കഴിഞ്ഞിരുന്നോ? ഇല്ലയോ? അവൻ പറഞ്ഞു, അവന് ചൊല്ലാൻ കഴിഞ്ഞിരുന്നു, പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ചൊല്ലാൻ കഴിയുന്നില്ല? പിന്നീട് അദ്ദേഹം എഴുന്നേറ്റ് കുട്ടിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, കുട്ടി ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുട്ടി പറഞ്ഞു, എനിക്ക് ചൊല്ലാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തുകൊണ്ടാണ് ചൊല്ലാൻ കഴിയാത്തത്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ മാതാവിനോട് ഒരുപാട് ധിക്കാരം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, നിൻ്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? അവൻ പറഞ്ഞു, ജീവിച്ചിരിപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ മാതാവിനെ വിളിച്ച് വരുത്തി. എന്നിട്ട് ചോദിച്ചു, ഇവൻ നിങ്ങളുടെ മകനാണോ? അവർ പറഞ്ഞു, അതെ, ഇവൻ എൻ്റെ മകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ വലിയ ഒരു അഗ്നികുണ്ഡം ഉണ്ടാക്കി അവനെ അതിലിട്ട് ചുട്ടുകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഉമ്മ പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യരുത്, എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഇവനെക്കുറിച്ച് നിങ്ങൾ തൃപ്തനാണ് എന്ന് പറയണം. മാതാവ് പറഞ്ഞു, ഞാൻ എൻ്റെ പുത്രനെക്കുറിച്ച് തൃപ്തനാണ്, അവൻ്റെ വീഴ്ചകൾ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ ഒരു പ്രയാസവും കൂടാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ സ്തുതി, ഞാൻ മുഖേന അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ. ഹസ്രത്ത് ത്വൽഹത്തി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹസ്രത്ത് ഹുമറി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞങ്ങൾ കേട്ടു. ഒരു വാക്യത്തെ എനിക്കറിയാം, മരണാസന്നനായ ആൾ അത് ചൊല്ലിയാൽ അവൻ്റെ ജീവൻ ശരീരത്തിൽ നിന്നും പുറത്തു കടക്കുമ്പോൾ അവന് സുഖം ലഭിക്കും. ഖിയാമത്ത് നാളിൽ അവനത് പ്രകാശം നൽകും, മരണത്തിൻ്റെ വേദനയും ദൂരീകരിക്കും, മരണസമയത്ത് ഇഷ്ടമുള്ളത് കാണിക്കുകയും ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം. ഹസ്രത്ത് അബ്ദുറഹ്മാൻ മുഹാരിബി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്
നിവേദനം: ഒരു വ്യക്തിക്ക് മരണം ആസന്നമായി. ആളുകൾ അവന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അവൻ പറഞ്ഞു, എനിക്കത് ചൊല്ലാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഹസ്രത്ത് അബൂബക്കറിനെയും ഹസ്രത്ത് ഉമറിനെയും ശകാരിക്കണമെന്ന് എന്നോട് ആജ്ഞാപിച്ചിരുന്നു. ഒരു ജനതയോടൊപ്പമാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മരണത്തിൻ്റെ മലക്ക് ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നു. അവൻ്റെ ശരീരം പിളർന്നു നോക്കി, ഒരു സൽക്കർമ്മവും കണ്ടില്ല. അവൻ്റെ ഹൃദയം പിളർന്നു നോക്കി, അവിടെയും ഒരു സൽക്കർമ്മവും കണ്ടില്ല. പിന്നീട് അവൻ്റെ വായ പിളർന്നു നോക്കി, നാവ് ഇളങ്ങുന്നത് കണ്ടു. ഷഹാദത്ത് ചൊല്ലുകയാണ്. പിന്നീട് ആ മയത്തിന് അള്ളാഹു എല്ലാ പാപവും പുറത്തു കൊടുത്തു. ആ കലിമത്തുൽ ഇഖ്ലാസിൻ്റെ പുണ്യം കാരണം. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹസ്രത്ത് അബൂ സ്വഹൈദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതൊരു വ്യക്തി മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം സമയത്ത് ഇത് പറഞ്ഞാൽ നരകാഗ്നി ഒരിക്കലും അവനെ തിന്നുകയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇസ്മുൽ അഅ്ളം പറഞ്ഞു തരാതിരിക്കണം. യൂനുസ് നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥന: ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഏതെങ്കിലും ഒരു മുസ്ലിം തൻ്റെ രോഗാവസ്ഥയിൽ 40 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലുകയും മരിക്കുകയും ചെയ്താൽ അവന് രക്തസാക്ഷിയുടെ പ്രതിഫലം ലഭിക്കും. ഇനി രോഗം ഭേദമായാലോ അവൻ പാപങ്ങളിൽ നിന്ന് മുക്തനാവുകയും ചെയ്യും. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഏതാനും വാക്കുകൾ ഞാൻ കേട്ടു. ആരെങ്കിലും മരണസമയത്ത് ഈ വാക്കുകൾ ചൊല്ലുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വാക്കുകൾ ഇവയാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ കരീം 3 പ്രാവശ്യം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 3 പ്രാവശ്യം, തബാറക്കല്ലസി ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഷദ്ദാദ് ബിനു ഔസിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ മയ്യത്തിൻ്റെ അടുത്ത് ചൊല്ലുക, അതിൻ്റെ കണ്ണ് അടക്കുക. ഈ വഴിയിലൂടെയാണ് മരണം പോകുന്നത്. കണ്ണ് കാണുന്നത് നിങ്ങൾ നല്ല കാര്യം പറയുകയും ചെയ്യുക. അതായത് മയ്യത്തിൻ്റെ കാര്യത്തിൽ ദുആ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ വീട്ടുകാരുടെ പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയും. ഒരു സ്വഹാബി പറയുന്നു, മയ്യത്തിൻ്റെ കണ്ണ് കെട്ടുന്ന നേരത്ത് ഈ പ്രാർത്ഥന ചൊല്ലുക: ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ ഒരുപാട് നമുക്ക് ഇൻഷാ അല്ലാഹ് മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അല്ലാഹു തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.